പോയി കാണപ്പോകുന്നത് നിജം. ആദ്യത്തെ 10 മിനിറ്റ് വേറൊന്നുമല്ല, ഈ സിനിമയെ ഇത്രത്തോളം കൊണ്ടുപോയത് മധു നീലകണ്ഠൻ എന്ന് പറഞ്ഞ ആ ഒരു സിനിമോട്ടോഗ്രാഫറാണ്. ഇന്റർനാഷണൽ ലെവലല്ല, നമ്മളെ പിടിച്ചിരുത്തുന്ന വിഷ്വൽസ് ആണ്. 10 മിനിറ്റ് അല്ല, അതിന് ശേഷമൊക്കെ ഉള്ള ഇന്റർവെല്ലിന് ഒരു 10-20 മിനിറ്റ് മുകളിലൊക്കെ സീനൊക്കെ ഉണ്ട്. അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. ഇൻട്രോ സീൻസ് ഒക്കെ ഇൻട്രോ മോഹൻലാൽ പൊളിച്ച് ഇൻട്രോയ്ക്കുന്നു, അതിനുശേഷം ഒരു സീനുണ്ട്, അതാണ് സൂപ്പർ. ലാലേട്ടൻ കംബാക്ക് എന്നൊന്നുമല്ല, അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ അറിയാവുന്നവരാ, അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതാണൊക്കെ മാസ്പരിക പ്രോഡക്റ്റ്. വേറെ ഒന്നുമല്ല, ഏറ്റവും വലിയ ഷൗട്ട് ഔട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ മധു നീലകണ്ഠനും അതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് എല്ലാം സൂപ്പറാണ്. ഇനി ബാക്കി പടം കണ്ടിട്ട് പറയാം. തിയേറ്റർ കുലുങ്ങിയല്ല, ഇനിയാണ് കാണപ്പോകുന്നത് നിജം. കണ്ടതെല്ലാം പോയി. ലാലേട്ടൻ്റെ ഈ പടം ശരിക്കും പറഞ്ഞാൽ കുറേ പേരൊക്കെ ഒരുപാട് മിസ്സായിട്ട് വന്നിട്ടുണ്ട്. ഒരിക്കലും മിസ്സാക്കരുത്. ആദ്യത്തെ 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ അസിസ്റ്റന്റ് നമ്മുടെ ടിനു പാപ്പച്ചൻ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ, ശരിക്കും രോമൊക്കെ ഇപ്പോഴും താന്നിട്ടില്ല. ഇന്ത്യൻ സിനിമയല്ല, ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ ആ ഒരു കൊറിയോഗ്രാഫി, നമ്മുടെ സിനിമോട്ടോഗ്രാഫി മധു നീലകണ്ഠൻ, അതാണ് നമ്മളെ പിടിച്ചിരുത്തുന്നത്. പിന്നെ ലാലേട്ടനൊക്കെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ്, അതിനെക്കുറിച്ച് പറയണ്ട, അടിപൊളിയായിട്ടുണ്ട്. ഇനിയാണ് അത്യാവശ്യം ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ല പോകുന്നു. ഇനി സെക്കൻഡ് ഹാഫിലാണ് അതിന്റെ ട്വിസ്റ്റ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. കൊള്ളാൻ തോന്നുന്നു. എങ്ങനെയുണ്ട് ഇൻട്രോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ല, നല്ലതായിരുന്നു. പ്രതീക്ഷിച്ചൊരു ഇത് ഹൈപ്പ് കിട്ടിയോ? ആ ഒരു ഹൈപ്പിലോട്ട് വരുന്നേ ഉള്ളൂ. ഇന്റർവൽ സീൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്റർവെൽ വലിയ കുഴപ്പമില്ല, പക്ഷെ ആദ്യമേ ഒരു ആ ലെവലിലോട്ട് വരുന്നു. സ്ക്രീൻ പ്രസൻസ് ഒക്കെ അടിപൊളി. തിയേറ്റർ കുലുങ്ങിയോ? ഇന്റർവെല്ലില് കൊണ്ട് എത്തിച്ചേക്കുന്ന പഞ്ച് കൊള്ളാം, അതൊരിച്ചിരി ലാഗം. ഇൻട്രോ ലാലേട്ടന്റെ കൊള്ളാം നല്ല. എങ്ങനെയുണ്ട് ബ്രോ സിനിമ? എങ്ങനെയുണ്ട്? കൊള്ളാം. ലാലേട്ടൻ LJP മാജിക് ആണോ സിനിമ? ഫ്രെയിമാണ് പടത്തിൽ ഫുള്ള് എല്ലാം ഫ്രെയിമാണ് തന്നിരിക്കുന്നത്. ലിജോയുടെ ഒരു ഫ്രെയിം വിഷ്വൽ മൂവി, നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. ഓക്കെ, എങ്ങനെയുണ്ട് ഇൻട്രോ സീൻസ് ഒക്കെ? തിയേറ്റർ കുലുങ്ങിയോ? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഒരു ലിജോ പടം നല്ല മൂവിയാണ്. നല്ലതായിരുന്നു. ഇൻട്രോ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു ലാലേട്ടൻ്റെ? കൊള്ളാം, അടിപൊളിയായിരുന്നു. ഏറ്റവും ബെസ്റ്റ് എന്താണ് തോന്നിയത് സിനിമയിൽ ഇതുവരെ? മോഹൻലാല് ഇത്ര നാൾ അഭിനയിച്ചൊരു വ്യത്യസ്തമാണ്. ഇതുവരെ അതുമല്ല, കുറച്ച് കൊള്ളാമെന്ന് തോന്നി. കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. നല്ല ഫ്രെയിംസ് ആണ്, ഗുഡ് ഫ്രെയിംസ് ആണ്.